വാഗമണിലൊരു ദിവസം രാവിലെ തന്നെ ഞാൻ താമസിച്ചിരുന്ന ഹോളിഡേ വാഗമൺ എന്ന സ്റ്റേയിൽ നിന്ന് ഒരു 10 മണിയോടുകൂടി റെഡിയായി ഇറങ്ങി. നേരെ പോയത് പൈൻ ഫോറസ്റ്റിലേക്കാണ്. ഈ സിനിമയിലൊക്കെ കാണുന്ന അതേപോലെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് പൈൻ ഫോറസ്റ്റിൽ പോകുന്നത്. ഏകദേശം ഒരു 2 മണിയോടുകൂടിയാണ് അവിടെ എത്തിയത്. പക്ഷേ ഒരു 6 മണിയുടെ അറ്റ്മോസ്ഫിയർ ആയിരുന്നു. മൊത്തത്തിൽ മഞ്ഞും തണുപ്പൊക്കെ ആയിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ ഓടി നടന്ന് ഫോട്ടോസും വീഡിയോസും എടുക്കുമായിരുന്നു. ഇത് വാലിയുടെ സൈഡിൽ തന്നെയുള്ള ഒരു വ്യൂ പോയിൻ്റാണ്. അവിടെ പോയി കുറച്ച് സമയം ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് നിന്നു. കണ്ടില്ലേ ആ മഞ്ഞൊക്കെ കണ്ടില്ലേ? ഒരു ഉച്ചയ്ക്ക് 2 മണിയാണെന്ന് ആരും പറയില്ല. ഒരു 6 മണിയുടെ പോലെ തന്നെ ഉണ്ട്. അത് കഴിഞ്ഞ് നേരെ പോയത് അഡ്വഞ്ചർ പാർക്കിലേക്കാണ്. ചെന്ന പാടെ തന്നെ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാനുള്ള ടിക്കറ്റും എടുത്ത് നേരെ വെച്ച് പിടിച്ചു. ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാനുള്ള ടിക്കറ്റ് ചാർജ് 500 രൂപയാണ്. നമുക്ക് 5 മിനിറ്റ് ടൈമേ അവിടെ സ്പെൻഡ് ചെയ്യാൻ കിട്ടത്തുള്ളൂ. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. കണ്ടില്ലേ ഈ വ്യൂ കണ്ടില്ലേ? ഇത് ഏകദേശം മഞ്ഞൊന്ന് മാറിയപ്പോൾ ഞാൻ എടുത്ത വീഡിയോ ആണ്. ഭയങ്കര മഞ്ഞ് മൂടി കിടക്കുമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര വർത്തായിട്ട് തോന്നി. 5 മിനിറ്റേ ഉള്ളൂ എന്നുള്ളൊരു വിഷമം എനിക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സ്കൈ സൈക്ലിംഗ് ചെയ്യാനാണ് പോയത്. ഇതിന് 500 രൂപ തന്നെ ചാർജ്. ഇത് നമുക്ക് സിംഗിളായിട്ടും ചെയ്യാം, കപ്പിളായിട്ടും ചെയ്യാം. ഞാൻ സിംഗിളായിട്ടാണ് ചെയ്തത്. സിംഗിളായിട്ട് ചെയ്താൽ ഗോപ്രോയിൽ അവർ വീഡിയോ എടുത്ത് തരും. ഇത് കണ്ടില്ലേ? ഇത് അവരെടുത്തുന്ന വീഡിയോ. ഞാനും വീഡിയോ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് വലിയ ഡിസ്റ്റൻസും ഒന്നുമില്ല, വലിയ ഹൈറ്റും ഒന്നുമില്ല. നമുക്കൊരു ഭയങ്കര അഡ്വഞ്ചറായിട്ടൊന്നും തോന്നില്ല. എന്നാലും ഓക്കെ, ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് പോലും എനിക്ക് ഭയങ്കര അഡ്വഞ്ചറായിട്ട് തോന്നിയില്ല. എങ്കിലും ഓക്കെയാണ്, നന്നായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞ് നേരെ പോയത് സിപ്പ് ലൈൻ ചെയ്യാനാണ്. സിപ്പ് ലൈനും ഈ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം ഒരു 1 കിലോമീറ്റർ കാണും. അതും നന്നായിരുന്നു. അതും ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഒന്നുമില്ലല്ലോ എന്ന് കരുതി തിരിച്ചു പോകാൻ നിന്നതാണ്. അപ്പോൾ ഫ്ലവർ ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സെറ്റപ്പ് ഉണ്ട്. ഇതും അഡ്വഞ്ചർ പാർക്കിനകത്ത് തന്നെയാണ്. ഇത് 100 രൂപ ടിക്കറ്റാണ് അകത്ത് കയറാനുള്ളത്. ഇത് വൈകുന്നേരം ഒരു 6 മണി മുതൽ രാത്രി ഒരു 9 മണി വരെയാണ് ഓപ്പൺ ആവുന്നത്. ഈ വാഗമണിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഈ വൈകുന്നേരങ്ങൾ സ്പെൻഡ് ചെയ്യാനൊരു സ്പോട്ടില്ലാതെ ചിലപ്പോൾ വിഷമിക്കില്ലേ? അപ്പോൾ വെറുതെ വ്യൂ പോയിന്റിൽ പോയി വണ്ടിയും പാർക്ക് ചെയ്ത് ഇങ്ങനെ വെറുതെ നിൽക്കുന്നതിനേക്കാളും ബെറ്റർ അല്ലേ ഇങ്ങനെ ഈ ഒരു സെറ്റപ്പിൽ കൂടി ഇങ്ങനെ നടക്കുന്നത്. ഇവിടെ മെയിനായിട്ട് വോക്ക് വൈസ് ഒക്കെയാണ്. ഫ്ലവേഴ്സും ലൈറ്റ്സും ഒക്കെ വെച്ച് ഡെക്കോറൊക്കെ ചെയ്ത് നമുക്ക് ഈ വോക്ക് വൈസിൽ കൂടി ഇങ്ങനെ നടക്കാം ഈ മഞ്ഞും കൊണ്ട്. കണ്ടില്ലേ? ഇതൊക്കെ എങ്ങനെയാണ്, കുറേ ഉണ്ട് ഇതുപോലെ ഫോട്ടോ പോയിൻറ്റ്സും ഒക്കെ ആയിട്ട്. ഇത് ഭയങ്കര കോമഡി ആയിരുന്നു. ഇത് വാട്ടർ ഫൗണ്ടൻ ഡാൻസ് ആയിരുന്നു. ഇതിങ്ങനെ പാട്ടൊക്കെ ഇട്ട് വാട്ടർ ഫൗണ്ടൻ ഭയങ്കര ശോഷിച്ചു പോയ വാട്ടർ ഫൗണ്ടൻ ആയിരുന്നു. എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലൊരു വാച്ച് ടവർ ഉണ്ട്. അത് കാണാൻ വേണ്ടി ഈ മഞ്ഞിനകത്തിൽ കൂടെ കിടന്നിങ്ങനെ ഓടുമായിരുന്നു. ഈ മഞ്ഞിനകത്തിൽ കൂടെ ഓടുന്നത് ഒരു അന്യായ ഫീലാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് ഈ വാച്ച് ടവറും കണ്ട് ഈ സ്വിങ്ങിലിരുന്ന് കുറേ സമയം ഇങ്ങനെ ആടി കുറേ ടൈം സ്പെൻഡ് ചെയ്തിട്ട് സ്റ്റേയിലേക്ക് തിരിച്ചു പോയി.